ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായുള്ള കേരള ജനമൈത്രി പോലീസ് അവതരിപ്പിക്കുന്ന ഒരു നാടകമാണ് ഇന്ന് ഈ വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഇതൊരു പ്രൊഫഷണൽ നാടകമല്ല. സ്കൂളുകളിലും കലാലയങ്ങളിലും വിദ്യാർത്ഥികളുടെ ബോധവൽക്കരണത്തിനായി തയ്യാറാക്കിയിട്ടുള്ള ഒരു ലഹരിവിരുദ്ധ ക്ലാസ്സാണ്. അത് നാടക രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്ന് മാത്രം. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളണമെന്നും അത് സമൂഹത്തിനും ഈ പ്രദേശത്തിനുമാകെ നന്മയുണ്ടാകണം എന്നുകൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എവിടെയും പ്രോത്സാഹനവും സഹകരണവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേരള ജനമൈത്രി പോലീസ് അവതരിപ്പിക്കുന്ന ലഹരിവിരുദ്ധ നാടകം പാഠം 1, ഒരു മദ്യപാനിയുടെ ആത്മകഥ. കേരള ജനമൈത്രി പോലീസ് അവതരിപ്പിക്കുന്ന ബോധവൽക്കരണ നാടകത്തിലേക്ക് സ്വാഗതം. വികസനത്തിലേക്കും പുരോഗതിയിലേക്കും അനുദിനം ഉദിക്കുന്ന കേരള സമൂഹത്തെ ചലിപ്പിക്കുവാൻ കഴിയും വിധം യുവജനതയാൽ നമ്മുടെ നാട് സമ്പന്നമാകുകയാണ്. എന്നാൽ വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിലുണ്ട്. വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗം. കഞ്ചാവ് പോലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരിൽ ഭൂരിഭാഗവും ഇളം തലമുറയാണെന്ന് തിരിച്ചറിയുമ്പോൾ കേരള യുവത്വത്തിന്റെ ഭാവി എന്ത് എന്ന ചോദ്യം ഉയരുന്നു. പാൻപരാഗിലും ഹാൻസിലും തുടങ്ങി കഞ്ചാവിലേക്കും ആംബോളിലേക്കും കുതിക്കുന്ന ഇളം തലമുറയുടെ തെറ്റായ ശീലങ്ങൾ തിരിച്ചറിയാതെ സ്നേഹത്തിനു പകരം പോക്കറ്റ് മണി നൽകുന്ന അച്ഛനമ്മമാർക്ക് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാനാകുമോ? അധികാരപ്പെട്ടവരെ പഴിപറഞ്ഞ് പൊതുസമൂഹത്തിന് മാറി നിൽക്കാൻ കഴിയുമോ? മയക്കുമരുന്ന് ഉപയോഗശീലം ഇല്ലാതാക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ വലിയ ലക്ഷ്യത്തിനായി നമുക്കൊരുമിച്ച് കൈകോർക്കാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് കേരള ജനമൈത്രി പോലീസ് അവതരിപ്പിക്കുന്ന നാടകം പാഠം 1, ഒരു മദ്യപാനിയുടെ ആത്മകഥ. ഒരു പാഠശാലയിൽ നേതൃത്വം ശ്രീ ഷേഖ് ദർവേസ് സാഹിബ് IPS, സംസ്ഥാന പോലീസ് മേധാവി. ആശയം ശ്രീമതി അജിത ബീഗം IPS, DIG ആൻഡ് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ, ജനമൈത്രി സുരക്ഷാ പദ്ധതി. ഗാനങ്ങൾ കുന്നത്തൂർ ജയപ്രകാശ്. സംവിധാനം അനിൽ കാരയറ്റ്.
അഡിക്ഷൻ സെന്ററാണ്. അതായത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോയവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ഒരിടം. ഇവൻ നിഖിലിനെ നിങ്ങൾ അറിയും. നിങ്ങളിൽ ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തോ മറ്റോ കാണുന്ന ഒരാൾ, ഏതായാലും നിഖിലിനെ നിങ്ങൾ അറിയും. നിഖിൽ വരൂ, come on, please വരൂ. നിഖിൽ നിഖിൽ പ്ലീസ്. നിഖിൽ പ്ലീസ്. ഇല്ല ഇല്ല പ്ലീസ്. ഞാൻ ഈ കോളേജ് വിദ്യാർത്ഥിയാണ് തുടങ്ങണം. എന്റെ വ്യക്തി സ്വാതന്ത്ര്യം ഞാൻ അനുവദിക്കില്ല. എനിക്ക് സ്വാതന്ത്ര്യം വേണം. മനുഷ്യനെ പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ മരിക്കാനുള്ള സ്വാതന്ത്ര്യം. മയക്കുമരുന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിച്ചു. അടിമപ്പെട്ടു പോയിരുന്നു. കുട്ടികളെ തൊട്ട് എന്നെ ആരും സ്നേഹിച്ചില്ല, എന്നെ ആരും നിയന്ത്രിച്ചില്ല. നിയന്ത്രണങ്ങളില്ലാതെ കുട്ടികൾ വളരുമ്പോ, കുടുംബത്തിൽ അനുകരിക്കാൻ മാതൃകകൾ ഇല്ലാതാവുമ്പോ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കൂട്ടുകാരുള്ളപ്പോ കുട്ടികൾ തെറ്റായ വഴിയിലൂടെ നടക്കും. മയക്കുമരുന്ന് ഉപയോഗിക്കും. എന്തിനേയും അനുകരിക്കാൻ മുതിരുന്ന, പുതുമകൾ പരീക്ഷിക്കാൻ നോക്കുന്ന കൗമാര പ്രായത്തിൽ കുട്ടികൾ ലഹരിയുടെ കാണാക്കായ്കളിലേക്ക് ആണ്ടുപോയവരാണ്. എന്റെ തല പൊട്ടിത്തെറിക്കുന്ന വേദന എനിക്ക് സഹിക്കാനാവുന്നില്ല. മയക്കുമരുന്നിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങൾ അത് ഉപയോഗിക്കുന്ന ആളുടെ തലച്ചോറിലേക്ക് കടന്നു ചെന്ന് അയാൾ ഒരു മായാ ലോകത്തിലെത്തിക്കുന്നു. പിന്നീട് അത് നാഡീകോശങ്ങളിലേക്ക് കടന്നു ചെന്ന് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള പ്രേരണയുണ്ടാകും. മയക്കുമരുന്ന് കിട്ടാതെ വന്നാൽ എന്തും ചെയ്യാൻ അറിയണം. ഇതൊക്കെ അറിയണം. അറിഞ്ഞാലേ തിരുത്താനാം, അറിഞ്ഞാലേ തിരുത്തിക്കാനാം. അറിയണം, ഇതൊക്കെ അറിയണം. നമ്മൾ അറിഞ്ഞാലേ തിരുത്താനാവും, അറിഞ്ഞാലേ തിരുത്തിക്കാനാവും. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ഒരു സമൂഹം നമ്മുടെ കൊച്ചു കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നു എന്ന സത്യം നാം തിരിച്ചറിഞ്ഞേ മതിയാവും. നമുക്ക് ജീവിക്കാൻ ലഹരി വേണം. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയുമല്ല, പരസ്പര സ്നേഹത്തിന്റെ ലഹരി, സാഹോദര്യത്തിന്റെ ലഹരി, പഠിക്കുവാനുള്ള ലഹരി, ഉയർന്ന ജീവിത ലക്ഷ്യം നേടാനുള്ള പരിശ്രമത്തിന്റെ ലഹരി, രാജ്യത്തിന്റെ യശസ് ലോകത്തിന്റെ നെറുകയിലെത്തിക്കാനുള്ള രാജ്യ സ്നേഹത്തിന്റെ ദേശപുരോഗതിക്കാക്കം കൂട്ടേണ്ട പൗരന്മാർ മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് നശിക്കുന്നത് നമ്മുടെ നാടിന് തീരാനഷ്ടം തന്നെയാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ അത് വർജിക്കുമെന്ന്, പുതുതായി ആരും തന്നെ മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങളിലേക്ക് കടന്നു വരില്ലെന്നും, ഒരു ലഹരി വിമുക്ത സമൂഹ സൃഷ്ടിക്കായി നാം ഓരോരുത്തരും അണിചേരണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് കേരള ജനമൈത്രി പോലീസ് അവതരിപ്പിക്കുന്ന ബോധവൽക്കരണ നാടകം പാഠം 1, ഒരു മദ്യപാനിയുടെ ആത്മകഥ. പാഠം 1, ഒരു മദ്യപാനിയുടെ ആത്മകഥ. അപ്പൊ എന്തായാലും ഞാൻ ചന്തയിൽ പോയ പച്ചക്കറി കഴിച്ചിട്ട് വരുമ്പോ
നടക്കും മണിക്കുട്ടിക്കുള്ള മീനൊക്കെ വന്നോണ്ട് വരും. അല്ലേ നിങ്ങൾ ഇത്രയും പേരോടെ ഇരിക്കുമ്പോ ഈ കുറച്ച് പച്ചക്കറി വിൽക്കാൻ വേണ്ടി ഞാൻ ചന്തയിലോട്ട് പോകേണ്ട വല്ല കാര്യമുണ്ട്? എല്ലാവരും ഉത്സാഹിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ വീട്ടിൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തങ്കമ്മേനടുത്തോട്ട് പോവാം. നല്ല ഒന്നാന്തരം ചീരയാണ്. അത് കടയിൽ വാങ്ങുന്ന പോലെ നല്ല പാവത്തെ ചീരയൊക്കെ കാണും. ഞാനേ എന്റെ ഒന്ന് സ്വന്തം പറമ്പിൽ കൃഷി ചെയ്തിരിക്കാൻ കേട്ടോ. വെളി കൊടുത്ത ഈ വീടാണ് 10 രൂപ. നല്ല കത്തോളം നല്ല ഒന്നാന്തരം ആര് കാലിന്റെ ഒന്നാമത്തെ ജൈവവളം ഉണ്ടാക്കിയ പച്ചക്കറിയാണ്. വെളി കൊടുത്ത 30 രൂപയാണ്. കച്ചവടം ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ആരും 5 പൈസ വണ്ടിപ്പായടാ. എല്ലാവർക്കും ചിരി മാത്രമേ ഉള്ളൂ, പൈസ കുഴപ്പമില്ലേട്ടാ. ഞാൻ അടുത്ത് വരുമ്പോ തന്നാ മതി. ഇതേ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങും പോലെ ഈ രാസവള കീടനാശിനി അടിച്ചതൊന്നുമല്ല. തന്റെ ഒന്നാന്തരം ചാമ്പലിൽ ചാണകത്തിലുണ്ടാക്കിയ പച്ചക്കറിയാണ്. ചാമ്പലിൽ ചാണകത്തിൽ എന്റെ വീടിന്റെ മുറ്റത്ത് മുഴുവൻ ചാണകമല്ല. ഈ ചാണകത്തിന്റെ നാട്ടം ഞാൻ എനിക്ക് വീട്ടിൽ മുറുകാൻ പറ്റുന്നില്ല. ചാണകത്തിന്റെ നാട്ടം കൊണ്ട് പിടിക്കില്ല. പിടിക്കില്ല. വേറെ നാട്ടം കൊണ്ട് അടിച്ചുകൊണ്ട് പോകും. വേറെ എന്താ അങ്ങോട്ട് അടിക്കുന്നത്? കുടിച്ചിട്ട് കല്ലിന്റെ നാട്ടം. ഞാൻ കണ്ണൂർച്ചെങ്കിൽ എന്റെ കാശ് കൊടുത്താണ് നീ ഇടപെടേണ്ട കാര്യമില്ല. മനസ്സിലായി? അങ്ങനെയെങ്കിൽ ഞാൻ പശുവിനെ വളർത്തല എന്റെ കാശ് കൊടുത്താൽ അത് നിങ്ങൾക്ക് ഇടപെടാൻ ഈ പശുവിനെ ഇവിടെ ചാണകത്തിന്റെ നാട്ടം പാടില്ല. ഞാൻ ഇവിടെ ചാണകം തെളിക്കും, അവിടെ തെളിക്കും, കുറെ ചാണകം തെളിക്കും, ഇവിടെ തെളിക്കും. ഇവിടെ മൊത്തം ചാണകം പോയി പലതാണ് ജോലി. അതെ, നിങ്ങൾ ഒന്ന് കേൾക്കണം. ഞാൻ ഒരു ചെറിയ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പച്ചക്കറി ചാണകമൊക്കെ തൊടിക്കുന്നത് അതൊന്നും എനിക്ക് അങ്ങോട്ട് പിടിക്കണില്ല. നിങ്ങൾ ബയോഗ്യാസ് ഇവിടെ ചാണകത്തിന്റെ നാട്ടം പാടില്ല, സ്മെല്ല് പിടിക്കുന്നില്ല. ഇപ്പൊ ചാണകത്തിന്റെ സ്മെല്ലൊക്കെ പിടിക്കുന്നില്ല. അത് എഞ്ചിനീയർ ആയിപ്പോയി. അതെ, നിങ്ങളെ ഇത്രയും വളർത്തിയെടുക്കാൻ ഇങ്ങനെ തന്നപ്പടി കുറെ ചാണകത്തിൽ കിടന്ന് വിലവിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ട് പറയിപ്പിച്ചേ. നമുക്ക് കാണുമല്ലോ. ഞാൻ കാണിക്കുന്നത് ഈ പച്ചക്കറി പിന്നെ നിന്നെ കാണാൻ മനസ്സിലായ ഇതാണ് എഞ്ചിനീയർ രാമനാഥ്. വലിയ എഞ്ചിനീയറാണ്. പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. 24 മണിക്കൂർ തള്ളി എന്നും വീട്ടിൽ അടിയും മകളും എന്റെ അയൽവാസിലാണ്. എന്തായാലും ഒരു പിടി ചീര കൊണ്ട് കൊടുക്കണ്ടേ? കൊടുത്തിട്ട് ഇപ്പൊ വേണ്ട. രാമനാഥേ ചീര കൊണ്ട് കൊടുത്താൽ എന്റെ പണ്ട് സാറേ ഇങ്ങനെ ഒറ്റയ്ക്ക് വരാൻ പറ്റിയാണ്. 2 റൗണ്ട് പോലെ 4 റൗണ്ട് നടത്തിയിട്ട് ചെയ്ത ആരോഗ്യത്തിന് പറ്റും. ഞാൻ ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്നൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ട് തന്നെ എന്റെ ചെടി മുഴുവനും ഇവന്റെ ഈ ജന്തു ഒന്ന് തീർത്ത് ഒന്ന് തീർന്നതാ പോട്ട്. ഒരു എഞ്ചിനീയറായ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെ എന്റെ ഈ പറമ്പ് മുഴുവൻ ഓടിച്ചു. എന്നിട്ട് അവന്റെ തൊഴുത്തിൽ കയറി തന്നെ ഇരിക്കുന്നു. ഇവിടെ തുടങ്ങിയാണ്. എന്തെങ്കിലും പറഞ്ഞ മണിക്കുട്ടി വെറുതെ വെച്ച് കീച്ചിക്കൊള്ളു. സാറേ എണീറ്റാട്ടെ മണിക്കുട്ടിയെ വെച്ച് കയറ്റി. ഇനിയിപ്പന്റെ മണിക്കുട്ടിയെ ജയിലിൽ കൊണ്ട് ആരും കണ്ടു 10 മിനിറ്റ് കാരണമുള്ള പൈവാണ്. അതെ, ഒരു ഒറ്റമൂലിയുണ്ട്.
എന്റെ അച്ഛൻ മരിക്കാതെ എന്ന് പറഞ്ഞിരുന്നത്. നല്ല ഒന്നാമര എരിയ മണം ഇതങ്ങോട്ട് അടിച്ച് കൊടച്ച് തേങ്ങ എടുത്തോട്ട് തേക്കാൻ മണ്ണത്താക്കി കൊടുക്കാം. ജീവന്റെ കളി അല്പമെങ്കിലും മാറ്റത്തേക്ക് ചാടി എണീറ്റോളൂ. ജീവൻ തിരിച്ചിട്ടാൻ വേണ്ടി ചെറിയ മുളവാച്ച് ചേർത്തണം. എന്തോ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ പോലീസ് സ്റ്റേഷനൊക്കെ ജനവൈദ്യത്തിലാക്കിയതാണ് സാർ അറിയാമല്ലോ. അതിന്റെ ഭാഗമായി ഹൗസിംഗ് സിറ്റി ഒന്ന് എനിക്ക് നമുക്ക് ടീച്ചേഴ്സ് സർവേയുടെ ഭാഗമായി മൊബൈലിന്റെ ഭാഗം എനിക്ക് സാറിന്റെ വീട്ടിലെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വേണം. സാറിനെ കൂടാതെ സാറിന്റെ വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? ഇവിടെ എന്നെ കൂടാതെ എന്റെ ഭാര്യ വേറെന്താണ്? ലക്ഷ്മി. ആരാണ്? പിന്നെ മകൻ ജിൻഡുമോൻ. എന്ത് ചെയ്യുന്നു? അവളൊക്കെ പഠിക്കുന്നു. പഠിക്കുന്നു. മകൻ നിഖിൽ. അപ്പൊ എഞ്ചിനീയറിംഗ് ബാംഗ്ലൂരിൽ നിന്ന് പഠിക്കുന്നത് ചോദിച്ചാൽ മതി. ഇപ്പോൾ സാറിന്റെ ചോദിക്കണ്ട. നിഖിൽ സാറിന്റെ മകനാണല്ലേ? അതെ സാർ. സാറൊന്ന് ശ്രദ്ധിക്കുന്നുണ്ടായി. കഴിഞ്ഞ വെക്കേഷൻ കാലത്ത് കാണാൻ പാടില്ലാത്ത പല സ്ഥലങ്ങളിൽ അവന്റെ കൂട്ടുകെട്ടും അത്ര ശരിയാണെന്ന് തോന്നുന്നു സാർ. ശ്രദ്ധിക്കണം. അയ്യോ സാറേ, അങ്ങോട്ടേക്ക് പോയാടാ. എന്റെ വീട്ടിൽ വിവരങ്ങളൊന്നും കണ്ടി. ചേട്ടന്റെ വീട്ടിൽ പോയി തങ്കമ്മയെ കണ്ട്, തങ്കമ്മ ചേച്ചിയെ കണ്ടു, എല്ലാ വിവരവും പറഞ്ഞു. എല്ലാ വിവരവും. എങ്കിലും അവർ ഒരു കാര്യം പറയാൻ സാധ്യതയില്ല സാറേ. അതേത് കാര്യം? എന്റെ വഴക്കുട്ടിയുടെ കാര്യം. അങ്ങോ സാറേ, ഇനി അവർക്ക് ഒരു ആധാരം എടുത്തു കൊടുത്താൽ അടുത്ത പ്രാവശ്യം അവർക്ക് കിട്ടും ഓട്ടോകാശം. നിങ്ങൾക്ക് വളരെ നല്ലവരായ പൊതുജനങ്ങളാണ്. നിങ്ങളെ പോലെ വളരെ നല്ലവരായ പൊതുജനങ്ങൾ പോലീസും ഒരുമിക്കുമ്പോഴാണ് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ കുറയുന്നത്. അതുതന്നെയാണ് ജനമൈത്രി പോലീസിന്റെ ലക്ഷ്യവും. അതാ സാറേ. സാറേ ചേട്ടാ, നീ എന്താ സാറിന്റെ എരിവ് മറന്നേ. ഇതങ്ങോട്ട് പിടിച്ചാണ്, ഇതങ്ങോട്ട് ഇരിഞ്ഞ് അണ്ണാക്കം വെള്ളത്തിൽ ഇരിഞ്ഞിട്ട് അങ്ങോട്ട് ഞാനാട്ടെ യാതൊരു എന്തോ അത് തല വീണായിട്ട് പഴുത്തതുകൊണ്ട് ആ രണ്ടാളും ചെപ്പേരായിരിക്കും. ഈ പാപ്പക്കാരി കൊത്തിയാണെന്ന് എങ്ങനെ അറിയാം? നീ ഇതിനകത്ത് മന്ത്രമോ ഗുണോ ചെയ്ത് വെച്ചിട്ടാണ്. പേടിച്ചൊന്നുമില്ല. നിന്റെ മക്കളെ പേടിച്ചില്ല. ബാക്കിയുള്ള മുക്കിടി മാനസംഭവം നോക്കി. അല്ല, നിന്റെ മുഖത്തിൽ കുന്തലാണ്ട് എടുത്ത് കളഞ്ഞ കാരണം നിന്റെ സ്വഭാവം നോക്കുമ്പോ നിനക്കത് ചേരും. പോരാതെ നിന്റെ അച്ഛനും നിനക്ക് കൂട്ടായിരിക്കും. നമ്മളെ കൂടെ റെപ്യൂട്ടഡ് ഫാമിലി താമസിക്കുന്നിടത്ത് ഇതുപോലുള്ള കാൻട്രി ഫെലോസ് ഒന്നാമത് ഈ ചോണത്തിന് നിനക്കുള്ള കഴിവ് പോലും അവന്റെ അച്ഛനെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ എന്റെ മോനെ മര്യാദയ്ക്ക് വളർത്തുന്നത്. നിനക്ക് കൊണ്ടല്ലോ ഇതേ പ്രായത്തിൽ ഇതുപോലെ ഒരുത്തായി ഇവിടെ കിടന്ന് ചാണകവും പാരി കാടി കലക്കി നടക്കുന്നു. അവനെ അത് കുത്തിരുന്നെ പഠിക്കും. പക്ഷേ ഞാനാണ് നോക്കി നോക്കാതെ പറഞ്ഞിരിക്കില്ല. പിന്നീട് അതിനെ പുല്ലെടുക്കാൻ അറിയാം. സംസാരിക്കണം. അതിന് എങ്ങനെ നാട്ടുപുറത്തെ കാലേജിലല്ലേ പ്രാർത്ഥിക്കുന്നത്? എന്നെ കൊണ്ട് അത്രയൊക്കെ പറ്റുള്ളൂ സാറേ. എന്റെ പോലെ നിഖിൽ ഇവനെ അങ്ങ് ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്. അതും എഞ്ചിനീയറിംഗിന്. കുറച്ചു നാൾ കഴിയുമ്പോ അവനും എന്നെ പോലെ ഒരു എഞ്ചിനീയറാ. അപ്പോ നിന്റെ ഈ മോനുണ്ടല്ലോ
ഇവിടെ കിടന്ന ചാണകവും വാരി കാടിയും കലക്കി നേരം പോരാൻ തെണ്ടി നടക്കും. കാണോ കാണോ ഞാൻ ചില ജീവലക്ഷ്യങ്ങൾ വെച്ച് എന്നെ പഠിക്കുന്നത് എന്റെ അച്ഛനോടൊപ്പം കൃഷിപ്പണി ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യും, അഭിമാനത്തോടും. കാരണം എന്റെ അച്ഛൻ ചെയ്യുന്ന ജോലിയാണ് ഇരുപത്തേറ്റ മഹത്തായ ജോലി. മക്കളെ നിങ്ങൾ പഠിക്കാൻ നിൽക്കണ്ട, മക്കളെ പോയിട്ട് പഠിക്കും. അപ്പൊ ഇവിടെ പഠിക്കാനുണ്ടല്ലോ സാറേ. ഞങ്ങളൊക്കെ പറഞ്ഞ കൃഷിപ്പണിയിൽ ജീവിക്കുന്നവരാ. എങ്കിലും എന്റെ കുട്ടി ഒരു മനുഷ്യനായിട്ട് കാണാൻ സാറേ, ഒരു മനുഷ്യനായിട്ട്. അല്ല അവ എന്താണ് പറഞ്ഞിട്ട് പോയത്? എന്റെ ഈ മോൻ കഞ്ചാവാണ്. നാട്ടിലേക്ക് തിരക്കി നോക്കും, ചില ചിലരെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ കുട്ടിയെ കുറ്റം പറയില്ല. കാരണം വൈകുന്നേരം ആകുമ്പോ വീട്ടിൽ കൂട്ടുകാരെ വെച്ച് വരുത്തി ഒരു മിച്ചറും തട്ടി വെച്ച് മദ്യസേവ നടത്തല്ല നിങ്ങളൊക്കെ രീതി. സോഷ്യൽ ഡ്രിങ്കിങ്. എടോ ഞങ്ങളെ പോലെ റെപ്യൂട്ടഡ് ഫാമിലീസ് സോഷ്യൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്ന രീതിയിൽ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മലവാസികൾ നോൺസെൻസ്. സ്നേഹത്തിന് പകരം പണം, വീട്ടിൽ സമയം ചെയ്ത മക്കളെയൊക്കെ വളർത്തി നശിപ്പിക്കുന്ന രാമനാഥ സാറ് അനുഭവിക്കണം. അവിടുത്തെ പോലെ സ്റ്റെപ്പ് എന്നല്ല മറിച്ചു എന്ന് പറഞ്ഞാൽ ഓക്കെ മറിച്ചു. ഓക്കെ എന്താടാ മറിച്ചു? അല്ലടാ ഞാൻ ഫ്രണ്ട്സ് വിളിച്ചപ്പോ ക്യാറ്റിന്റെ ഇംഗ്ലീഷ് പറഞ്ഞു. ക്യാറ്റിന്റെ ഇംഗ്ലീഷ് അല്ല, ക്യാറ്റിന്റെ മലയാളം. ആ ക്യാറ്റിന്റെ മലയാളം പൂച്ച എന്നല്ലേ? അല്ല, മലയാളത്തിൽ പൂച്ചയ്ക്ക് മാർജാനം എന്ന് പറയില്ല, അതാ ഷോർട്ട് ഫോം മറിച്ചിട്ട്. ഓ അപ്പൊ എന്റെ മലയാളത്തിലൊക്കെ വിൽക്കാനായല്ലേ? ഞാൻ ക്യാറ്റിന്റെ ഫോണല്ലേ. എനിക്ക് 5,000 ഒന്നുമില്ല, ഒരു 1,000 rupees ഉണ്ടാവും, വേണമെങ്കിൽ തരാം. പറ്റില്ല, 5,000 കിട്ടിയ അർജന്റ്. എന്റെ കയ്യിൽ ഇല്ലാത്തോണ്ടല്ലേ പറഞ്ഞത്. ചുമ്മാ നല്ല നാട്ടുകാരൊക്കെ പറയുന്നത്. ഞാനാണ് നിന്റെ ഭാഗത്ത് വഷളാക്കുന്നത്. എന്ത് വളർത്തി? കുട്ടിക്കാലത്ത് ഡാഡിയെ മൊബൈലിനെ സ്നേഹിച്ചിട്ടുണ്ടോ? സ്കൂളിൽ പഠിച്ചപ്പോ എനിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും നിങ്ങളെന്നെ തിരക്കിയിട്ടുണ്ടോ? അതെങ്ങനെയാണ് 100-200 പോക്കറ്റുകളെ വെച്ചത് നിങ്ങൾ നിങ്ങളുടെ കണ്ണാണ് കാണിച്ചു. എനിക്കല്ലാണ്ട് ഫ്രണ്ട്സ് ആയിരുന്നു. അവരെന്തൊക്കെ ചെയ്തോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കയ്യിൽ ഇല്ലാത്തല്ലേ പറഞ്ഞത്. പോക്കറ്റിരിക്കുന്ന കാര്യങ്ങൾ കെട്ടുതാലി. ഞാനോട് പറഞ്ഞേക്കണം, ഞാൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം ഗ്യാസ് തന്നേക്കാം. അല്ലാതെ എന്റെ ആവശ്യമില്ലാതെ അത് കാണിക്കാൻ നിനക്ക് ക്യാഷ് അല്ലേ വേണം? ഞാൻ തരാം. താഴെ വേണം കൊടുക്കണം. എടാ കൊടുക്കാൻ ക്യാഷ് ഞാൻ തരാം. കൊടുക്കാം. എല്ലാത്തിനും കാണണം. കൂട്ടുകാരെ വിളിച്ചോണ്ട് ഈ വീട്ടിൽ കുളി സഹിക്കാൻ വയ്യാതെയാ. ഹോസ്റ്റലിലാക്കിട്ട് എന്റെ പറ്റി ചേർന്നോളി. ചുമ്മാ ഒന്നുമല്ല, നിങ്ങളുടെ കൂട്ടുകാരെ ശല്യം കാരണം. ഓഹോ, അപ്പൊ ഞാൻ നിനക്ക് ഒരു ശല്യമാണല്ലേ? ശല്യമാണേ, സഹിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലത് എവിടെയെങ്കിലും പോയപ്പോ തീരുന്നതാ. പോയി ചായ ഒരു ശല്യം ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ എനിക്കിനി ആളില്ല.
ഞാൻ മരിക്കും. നിങ്ങളെ നോക്കിയോ? നിങ്ങൾ അമ്മക്കിട്ട് ഞാൻ പടഞ്ഞ് മരിക്കും. നോക്കിയോ? സത്യമായിട്ട് ഞാൻ മരിക്കും. കനലിന്റെ ശോഭയൊരു കരിയായി തീരുന്ന കണ്ണുവോ കനലിന്റെ ശോഭയൊരു കരിയായി തീരുന്ന കണ്ണുവോ ലഹരിയിൽ മയങ്ങല്ലേ നമ്മെ കണ്ടില്ലേ, മദ്യവും മയക്കുമരുന്നും ഒരു കുടുംബത്തിന്റെ സ്വസ്ഥതയും സമാധാനവും എങ്ങനെ നശിപ്പിക്കുന്നുവെന്ന്. കുടുംബത്തിന്റെ സ്വസ്ഥതയും ആരോഗ്യവും നശിപ്പിക്കുമെന്നല്ലാതെ എന്തു തരും നമുക്ക് ഈ ലഹരി? അറിയണം, ഇതൊക്കെ അറിയണം. നമ്മൾ അറിഞ്ഞാലേ തിരുത്താനാകൂ, അറിഞ്ഞാലേ തിരുത്തിക്കാനാകൂ. അറിയണം, ഇതൊക്കെ അറിയണം. നമ്മൾ അറിഞ്ഞാലേ തിരുത്താനാകൂ, അറിഞ്ഞാലേ തിരുത്തിക്കാനാകൂ. ഒന്നുമില്ലേ? ഒന്നുമില്ല. മക്കളെ, ആ എട്ടരിക്കുള്ള ഈ കുട്ടി പോയായിരുന്നു. ഈ കുട്ടി ബസ് പോയായിരുന്നു. അല്ല, പോയെങ്കിൽ പോട്ട്, നമുക്ക് ആലോചിച്ച വണ്ടി വരില്ല. അതുവരെ ഞാൻ ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കാം. പണ്ട് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ കിലോമീറ്ററോളം നടന്നാണ് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അന്ന് ഇതുപോലെ വണ്ടി സൗകര്യമൊന്നുമില്ല. ഞാനൊക്കെ കഴിക്കണ്ട ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ ബാക്കി അങ്ങനെയൊക്കെ സ്കൂളിലോട്ട് പോകും. കിട്ടത്തേർന്ന് കറങ്ങണം. അല്ല, ആരോടെ പോലെ ഇത് മുക്കാർക്കുള്ള പൈസ മേടിച്ചോണം. അച്ചാറ് മുക്കായി വാച്ചാത്തിന് ചവയ്ക്കുന്ന മൂക്കിക്കൂടെ വലിച്ചു കയറ്റണം, നാക്കി ഒത്തിക്കുന്നത്, അങ്ങനെ എല്ലാവരും സൗന്ദര്യം കൊണ്ടുവന്നു ബുദ്ധി വർദ്ധിക്കുമെന്ന് എല്ലാവരും പാടാറുണ്ട്. ഇത് പൊട്ടിച്ച് ചുള്ളിനെ വെച്ചാണ് അറിഞ്ഞോളെ. ഇവരെ പോലെ ക്ലാസ് കയറാതെ കറങ്ങി നടക്കുന്നവരാണ് എന്റെ ആദ്യത്തെ ഇനം. ഇവരിലൂടെ മറ്റുള്ളവരിലേക്ക് പാൻപരായി തുടങ്ങുന്നവൻ കുറഞ്ഞത് ഒരു ന്യൂജൻ ലഹരിയിലേക്ക് എത്തും. ഇല്ലെങ്കിൽ ഞാൻ എത്തിക്കും. മക്കളെ, ഇതുപോലെ ഓരോരുത്തന്മാർ ഇറങ്ങിയിട്ടുണ്ട്. കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളെ പോലെ പഠിക്കുന്ന പിള്ളേരേക്ക് ട്രാഫിപ്പെടുത്താം. ഇതൊന്നും ചാലഞ്ച് കേട്ടോ. നിനക്ക് പെട്ടി കഴിഞ്ഞാലേ നിങ്ങളുടെ ഭാവി തന്നെ അപകടത്തിലാവും. നിങ്ങൾ ഉണ്ടാക്കുന്നത് അറിയാമോ? പലതരം അടയ്ക്ക, പുകയില്ല, പാൻ മസാലകൾ, എന്തിന് കുപ്പിച്ചിലെ പോലും പൊടിച്ചു കേട്ടുണ്ടാക്കുന്ന ഇത്തരം ലഹരിപദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ വായിൽ ക്യാൻസർ വരെ വരും. ഇതൊക്കെ ഉപയോഗിക്കോ? ആരും ഉപയോഗിക്കാൻ അനുവദിക്കോ? ഉപയോഗിക്കരുത് കേട്ടോ. ആരും ഉപയോഗിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലോ സ്കൂളിലൊക്കെ അറിയിക്കും കേട്ടോ. മക്കളെ, വേലപ്പന് വലിയ പഠിപ്പൊന്നുമില്ല.
പക്ഷെ ഇതേക്കുറിച്ചൊക്കെ അറിയാം. കാരണം അറിഞ്ഞാലേ തിരുത്താനാവും, അറിഞ്ഞാലേ തിരുത്തിക്കാനാവും. നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. ഇരിക്കോ, നേരെ വെക്കണം. പിന്നെ നിങ്ങളുടെ സ്കൂളിലും വീട്ടിലൊക്കെ ഞാൻ അറിയിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കൂടെ ഒന്ന് അറിയിച്ചേക്കാം. എന്റെ പൊന്നു സാറേ, ഏത് നേരത്താന്ന് എനിക്ക് അങ്ങോട്ടേക്ക് എടുക്കാൻ തോന്നി. കളരി കളക്കിനെല്ലാം കളരി കാണിക്കേണ്ടത് ഞാൻ പഠിപ്പിക്കുന്നത്. കളരി ആദ്യം പിന്നെ ഇടത് മാറി വലത് മാറി കാലം പഠിപ്പിച്ച കളിയാണ്. ചാണകത്തിന്റെ നാട്ടം. നിനക്ക് എന്നെ ഇപ്പൊ ബഹുമാനമില്ല അല്ലേടാ? ബഹുമാനം പറഞ്ഞു സാറേ. എങ്ങനെ ബഹുമാനം കാണും? ഞാൻ സസ്പെൻഷനിലല്ലേ. ഔദ്യോഗിക കാറില്ല, പദവിയില്ല, ട്രാൻസ്പോർട്ട് ബസ്സിന് സഞ്ചാരം. ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറാണ്ടൊക്കെ കുഴപ്പമൊന്നുമില്ല. യാത്രക്കാരോട് ആ യാത്രക്കാർ ഇച്ചിരി ബുദ്ധിമുട്ടിയാ മതി. ആ നിന്നോടൊരു കാര്യം ഞാൻ ചോദിക്കുന്നു. ഇവിടെ വേടാ കുറച്ച് നാളോട് ഞാൻ വിചാരിക്കും ചോദിക്കുന്ന സാറേ. നീ നിന്റെ മോനെ IAS-നെന്തോ പ്രിപ്പയർ ചെയ്യാൻ എന്റെ സാറെ അവൻ ഇച്ചിരി പഠിക്കും. അതുകൊണ്ട് ഞാൻ അത് പ്രോത്സാഹിപ്പിച്ചതേ ഉള്ളൂ. അല്ലാതെ എന്റെ മോനെ തോപ്പിക്കാനല്ല. എടാ നീ എന്നും വിചാരിച്ചാൽ എന്റെ മോനെ തോപ്പിക്കാൻ ഒക്കത്തില്ല. അവന്റെ ലെവല് അങ്ങ് വേറെയാ, മനസ്സിലായ? നീ വിചാരിക്കുമ്പോഴൊന്നും അല്ല. പഠിപ്പിച്ചിരുന്നതിന് വാശി കാട്ടി എന്റെ മുന്നേ നീ ഒരു കളറായ മുന്നോടാ. അതെ, സുഖമില്ലാത്ത കുട്ടിയാ. ഈ ഒരു തവണത്തേക്ക് മാറ്റാക്കണം. പരാതിയില്ലെങ്കിൽ ക്ലാസ് കൊണ്ട് ചികിത്സിച്ച് നേരാക്കിക്കോളാം. ഈ ഒരു തവണത്തേക്ക് മര്യാദയ്ക്ക് വളർത്തുന്ന മക്കളായിട്ട് മനസ്സിലായോ? എന്റെ കുട്ടി പിടിക്കുവാനാവാത്ത ദൂരത്തിൽ എത്തപ്പെടുമെന്നതോർക്കുമോ മക്കളെ? എത്തിപ്പിടിക്കുവാൻ ആവാത്ത പണത്തിനായി എന്തും ചെയ്യും. മയക്കുമരുന്നിന്റെ ഒരു നീരാളി പിടുത്തമാണ് കഞ്ചാവ്, ബ്രൗൺ ഷുഗർ. എന്തിനും ക്യാൻസർ രോഗികൾക്ക് വേദന സംഹാരിയായി നൽകുന്ന മരുന്നുകൾ വരെ ലഹരിക്കായി ഉപയോഗിക്കുന്നു. അറിയണം, ഇതൊക്കെ അറിയണം. നമ്മൾ അറിഞ്ഞാലേ തിരുത്താനാകും, അറിഞ്ഞാലേ തിരുത്തിക്കാനാകും. അറിയണം, ഇതൊക്കെ അറിയണം. നമ്മൾ അറിഞ്ഞാലേ തിരുത്താനാകും, നിഖിലിന്റെ ഡീഅഡിക്ഷൻ സെന്ററിലെ ജീവിതം നമ്മൾ കണ്ടതാണ്. ഇനിയാണ് നിഖിലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. ഒരൊറ്റ ശ്വാസത്തിനായി നീ കെഞ്ചുക, കിട്ടാതെ ഒന്ന് പിടഞ്ഞുകൊള്ളുക, പിടഞ്ഞ് പിടഞ്ഞു മരിച്ചുകൊള്ളുക, പിടഞ്ഞ്
ലഹരിക്ക് നൽകുവാൻ ഇത്രമാത്രം, കാലേ കൊടുക്കുവാൻ മരണം മാത്രം, എന്നും കൊടുക്കുവാൻ ദുരിതം മാത്രം, നന്നായി കൊടുക്കുവാൻ ദുരന്തം മാത്രം, കാലേ കൊടുക്കുവാൻ മരണം മാത്രം. ആരാണ് എന്റെ വീട്ടുമുറ്റം നടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? രാമനാഥ കാശ് കടന്നാക്കിയിട്ടുണ്ടെങ്കിൽ തിരികെ തന്നിരിക്കും. എന്റെ ഈ വീടും മറന്നു വിറ്റിട്ടാണെങ്കിലും നിങ്ങളൊക്കെ കാശ് ഞാൻ തരും. എന്ത് വെച്ച് കൊടുക്കുമെന്ന് ഇനി വിൽക്കാനോ പണയപ്പെടുത്താനോ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? നിങ്ങളുടെ നശിച്ച കൂടിയെല്ലാം നടത്തില്ലേ? മടുത്തുവല്ലേ? ഒന്നുമില്ലാത്ത രാമനാഥനോടൊത്ത് ജീവിച്ച് നീയും മടുത്തുവല്ലേ? ഇല്ലാതായതല്ലോ, ഇല്ലാതാക്കിയതല്ലേ. മദ്യപാനം അതിലിട്ടപ്പോ ഉണ്ടായിരുന്ന പണിയൊക്കെ പോയി. പിന്നെ വാശി ഉള്ളതെല്ലാം ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ തന്നെ എന്നെ മനുഷ്യ വിറ്റ് കുടിച്ചത്. ഈ വീടും ബസ്സും പോലെ നഷ്ടപ്പെടാൻ പോവാ. ഇതൊരു നരകമാണ് ദൈവം എന്റെ ജീവിതം. നീ രക്ഷപ്പെട്ടോ? ഈ നരകത്തിൽ നിന്ന് നീയെങ്കിലും രക്ഷപ്പെട്ടോ? ഞാൻ കുടിച്ചു കുടിച്ചൊരു രോഗിയായി കരളൊക്കെ വീർത്ത് കാലത്തെ വണ്ണങ്ങൾ വന്ന് പൊട്ടിപ്പോയിട്ട് ഒരു മദ്യപാനി അവന്റെ ദാരുണമായ അന്ത്യത്തിലേക്ക് അടുക്കുകയാണ്. ദാരുണമായ അന്ത്യം. ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. ഇതല്ലേ ഹോസ്പിറ്റലിലേക്ക് കയറാൻ പറഞ്ഞിരിക്കുന്നത്. ദൈവമേ, ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു ചില്ലി കാശില്ല എനിക്ക്. ഒന്നും വേണ്ടേ, ഇവിടെ എവിടെയെങ്കിലും കിടന്ന് ചാകട്ടെ. ആർക്ക് വേണം ഈ കുടിയനെ? ഇനി ഈ താലിമാല ബാക്കിയുണ്ട്. നമുക്കതൊക്കെ വിറ്റാലോ? എനിക്ക് എന്തിനാ ഈ സ്വർണ്ണം താഴെ? സംഭവത്തിന്റെ വേദനയും കല്യാണം ഇങ്ങനെ ചടുവോട്ടാണ്. ഇത് മാത്രം സ്വന്തമായിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. എല്ലാം പോയി. ഒരു മദ്യപാനിക്ക് എല്ലാം നഷ്ടപ്പെടും. അവന്റെ സമ്പത്തും ആരോഗ്യവും സ്വസ്ഥതയും കുടുംബവും എല്ലാം. ഞാനിനി രക്ഷപ്പെടില്ല. ചികിത്സിക്കാൻ കയ്യിൽ കാശ് പോലുമില്ല. പിന്നെ വീട്ടുകാരുടെ പരിഹാസവും കേട്ട് നാളെ കേട്ട് ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഒരുമിച്ച് മരിക്കാം. നമുക്ക് ഒരുമിച്ചെന്ന് പറയണ്ട, ഞാൻ മരിക്കാം. ഈ ഭാവിയായ രാമനാഥൻ ഈ ലോകത്തിൽ കൃത്യസമയത്തിന് നീ എത്തേണ്ടടാ. എന്തെങ്കിലും കുത്തുവാർമാതി കളിയാക്കി ചിരിക്കണം. നിന്നെ ഞാനും ഒരുപാട് കളിയാക്കിയിട്ടുള്ളതല്ലേ? സാറേ, അതൊക്കെ മറന്നേക്കും. അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ. ഇന്നലെ ആശുപത്രി കാശില്ലാതെ സാറ് പോകാതിരിക്കണ്ട. കേരളത്തിൽ കുറച്ച് കാശ് ഉണ്ടെന്നിട്ടുണ്ട്. ഇതൊക്കെ മേടിച്ചാൽ നീ എന്നെ കളിയാക്കിയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. പക്ഷെ ഇത് സാറേ, ഇത് വേണ്ടാന്ന് പറയരുത്. വേലപ്പന്തയിൽ അങ്ങനെ കാശൊന്നും ഉണ്ടായിട്ടില്ല. എന്റെ മക്കളെ പോലെ വളർത്തിയ എന്റെ മരക്കുട്ടിയെ കണ്ടുവിലക്ക് വിറ്റ് കിട്ടിയ കാശാണിത്. കൊല്ലാനോ വളർത്താനാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു സത്യത്തെ പറഞ്ഞോട്ടെ, എന്റെ മരക്കുട്ടിയെ കാണാൻ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇങ്ങനെ സാറിനെ സ്നേഹിക്കുന്നു. എന്നെ രാമദാസ സാറിനെ സ്നേഹിക്കുന്നു. പിടിച്ചു വേലപ്പ, നീ ഈ കാട്ടിയ സ്നേഹത്തെക്കാൾ വലുതായി എന്ത് ലഹരികളാണ് ഈ ലോകത്തുള്ളത്? ഏത് മദ്യത്തിന് തരാനാകും ഇതിനേക്കാൾ വലിയ സ്നേഹലഹരി? നീ നോക്കിക്ക വേലപ്പ, ഞാൻ ജീവിതത്തിലേക്ക് തിരികെ വരും. നഷ്ടപ്പെട്ട എന്റെ ജോലി സ്വന്തമാക്കി നീ ഈ കാട്ടിയ സ്നേഹത്തിന്
ഞാൻ സ്നേഹം കൊണ്ട് പകരം വീട്ടു മേലപ്പ, സ്നേഹം കൊണ്ട് പകരം വീട്ടു. എനിക്കത് മതി സാറേ, അത് മതി. അങ്ങോട്ട് നോക്കി. എന്താണ് സന്തോഷിക്കണം, സന്തോഷിക്കണം. സാറേ, സാറിന്റെ മകൾ ഹോസ്റ്റലിൽ ഒരാളോട് ക്ഷമിക്കണ്ട, കുട്ടിയെ ഞങ്ങൾ കണ്ടെത്തി. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് അയാളുടെ പേരിൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്, അതായത് പോക്സോ നിയമപ്രകാരം കേസ് എടുത്തിട്ടുണ്ട്. എന്റെ കുട്ടി എന്നിട്ട് സമാധാനിക്കൂ. സ്റ്റേഷനിൽ ചില നടപടിക്രമങ്ങൾ, അത് കഴിഞ്ഞാൽ കുട്ടിയെ നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് വരാം. വേലപ്പന്റെ മകൻ സിവിൽ സർവീസ് എക്സാം എഴുതിയിരുന്ന സാറേ, കുഴപ്പം സെലക്ഷൻ നാട്ടിൻപുറത്തെ കർഷകനായ വേലപ്പന്റെ മകൻ ആനന്ദ് IAS. വിജയം നേടി ഞാനിവിടെ നിൽക്കുമ്പോൾ എന്റെ കൂടെ നിൽക്കേണ്ട ഒരാൾ കൂടിയുണ്ട്, നിഖിൽ. അമ്മയുടെ മകനെ ഞാൻ തിരികെ തന്നാലോ? നിഖിൽ, വരൂ നിഖിൽ. മയക്കുമരുന്ന് നീരാളിപ്പുറത്തെത്തുന്നു രക്ഷപ്പെട്ടോ? ഇനി ഒരിക്കലും മയക്കുമരുന്ന് ലോകത്ത് ഇങ്ങനെ പോകത്തില്ല. അവിടേക്ക് ചില ആരും എഴുതിക്കില്ല. നിന്നോട് എനിക്ക് അസൂയല്ല, അനുകരിക്കാൻ തോന്നില്ല. നീ നേടിയ വിജയം പരിശ്രമത്തിലൂടെ ഞാൻ സ്വന്തമാക്കും. ഇനി ഉയർന്ന ജീവിത ലക്ഷ്യം നേടാനുള്ള പരിശ്രമത്തിന്റെ ലഹരിയായിരിക്കും ഇനിയുള്ള എന്റെ ജീവിത ലക്ഷ്യം. എങ്കിൽ എന്റെ മകൻ കാണിക്കുന്ന പാതയിലൂടെ ആയിരിക്കും ഈ അച്ഛനിന് സഞ്ചരിക്കാൻ പോകുന്നത്. ഈ ലോകത്തിന് പഠിക്കാനായി ഞാൻ ഒരു ആത്മകഥ എഴുതും. അതിലൂടെ ഈ ലോകത്തോട് ഞാൻ വിളിച്ചു പറയും, മദ്യവും മയക്കുമരുന്നും നമുക്കൊന്നും തരുന്നില്ല എന്ന്. സമ്പത്തിന്റെ നാശവും അനാരോഗ്യവും മാറാരോഗവും അല്ലാതെ മറ്റൊന്നും തരുന്നില്ല എന്ന്. പക്ഷേ ഇതൊക്കെ നമ്മൾ അറിയണം. അറിഞ്ഞാലേ തിരുത്താനാകൂ, അറിഞ്ഞാലേ തിരുത്തിക്കാനുമാകൂ. അറിയണം, ഇതൊക്കെ അറിയണം. അറിഞ്ഞാലേ തിരുത്താനാകൂ, അറിഞ്ഞാലേ തിരുത്തിക്കാനാകൂ. അറിയണം, ഇതൊക്കെ അറിയണം. മദ്യം, മയക്കുമരുന്ന് എന്നീ ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് കേരള ജനമൈത്രി പോലീസ് എന്നും ജനങ്ങൾക്കൊപ്പം.